ശരി, ഞാൻ ചോദിക്കാം. ഇന്ന് ഞാൻ എല്ലാവരും കൂട്ടിച്ചേർക്കൽ വെറുതെ ഇവർ വർത്താനം പറയലാണോ? എല്ലാവരുടെയും കൂട്ടിച്ചേർക്കലാണ്. ഭൂരിയല്ല, എല്ലാവരും ഓരോ ഡെലിഗേഷനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ഡെലിഗേഷൻ അവരുടെ ചർച്ചയുടെ ഭാഗമായി ഇതിൻ്റെ ഈ രേഖയോടൊപ്പം ചേർന്ന് വരേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. അതുകൊണ്ട് എല്ലാവരുടെയും സംഭാവന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. അതൊക്കെ പിന്നീട് ആലോചിക്കും എങ്ങനെയൊക്കെയാണ് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശോധിക്കുന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്തയുണ്ടാക്കാനാണ് ശ്രമം. ഞാൻ പറഞ്ഞത് പൊതുവായൊരു നിലപാട് പാർട്ടിക്കുള്ളത്, നമ്മൾ ഈ വിഭവം സമാഹരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരാതിരിക്കുന്നു. നമുക്കാണെങ്കിൽ കേരളത്തിന് വിഭവം ലഭിക്കാനുള്ള നിരവധി സാധ്യത ലോകത്തുണ്ട്, ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളീയനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പരാധീനത വെച്ചുകൊണ്ടല്ല അത് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നാൽ ഇപ്പോഴും അതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് കേരളത്തിന് സാധിക്കും. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴിയുള്ള പദ്ധതികളാണ്, പ്രൊജക്റ്റുകളാണ്, നിക്ഷേപം. അതിനൊക്കെ നല്ല സാധ്യതയാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. നേരത്തെ തന്നെ ജപ്പാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ സമ്മതിച്ചതാണ്. അതുപോലെ വിഭവ സമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും. ആ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഈ പണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള നിലപാടുകൾ അതത് സന്ദർഭത്തിൽ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയുക തന്നെ ചെയ്യുക. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകണ്ഠമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോവല്ല. ജനങ്ങളുടെ സമ്മതിയോടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകണമെന്നാണ്. ഇപ്പം തന്നെ ചില ആളുകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി. അതെങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ജനങ്ങളെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള ഗതിയെ, ഈ പുതിയ വഴിയെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമായ ഇടപെടൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അല്ല, കുറേ ആൾ തുടങ്ങിയിട്ടുണ്ട്. അതുൾപ്പെടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് അതിനെയും ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ പ്രതിരോധം ചമച്ച് ആവശ്യമുള്ളത്ര നമുക്കുള്ള മൂലധന നിക്ഷേപം ശേഖരിക്കുന്നതിന് പോലെയുള്ള ബോധപൂർവമായ ഇടപെടലും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് സ്വരൂപിക്കാവുന്ന മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സഹകരണ മേഖല, ഇതെല്ലാം ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് നിരവധിയായ പ്രൊജക്റ്റുകളും നിലപാടുകളും നടപടികളും സ്വീകരിക്കാനാകുക. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ജവഹർലാൽ നെഹ്റു ആ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രഷറിയാണെന്ന്. അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ മുന്നേറിയിട്ടുള്ളൂ. അപ്പോൾ അതിന് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കിഷ്ടം പോലെ മൂലധന നിക്ഷേപത്തിനുള്ള സൗകര്യം, സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ആണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ നമുക്ക് CPM സംസ്ഥാന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. യൂസർ ഫീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി, എന്നാൽ പോലും പഴയതല്ലാത്ത പുതിയ രീതിയിലുള്ള അധിക വിഭവ സമാഹരണം, അതിന് പറയുന്ന കാരണം കേന്ദ്രമോ കാശ് തരുന്നില്ല. എന്നാൽ പിന്നെ കാശ് എവിടെ നിന്ന് കണ്ടെത്തും? അക്കാര്യങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഒരു കാര്യം കൂടി വെച്ചാൽ, കഴിഞ്ഞ ദിവസം വരെ യൂസർ ഫീ ഏർപ്പെടുത്താം എന്നുള്ള രീതിയിൽ മന്ത്രി സജി ചെറിയാനും അതുപോലെ തന്നെ പി രാജീവും ഒക്കെ പ്രതികരണം നടത്തിയിരുന്നു. ഇന്ന് പക്ഷേ അവിടെയും ഇവിടെയും തൊടാത്തൊരു രീതിയിൽ പ്രതികരണം വരുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതുപോലെ ഫീസ് പിരിച്ച് സേവനം കൊടുക്കുന്ന നയമാണോ പാർട്ടിയുടേത് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ടേ എന്ന് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇനി അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ഒരു ഒഴിഞ്ഞുമാറൽ എന്നുകൂടി നമ്മൾ ആലോചിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, പുതിയ വിഭവ സമാഹരണത്തിലേക്ക് കേന്ദ്ര സഹായമില്ലാത്ത സ്ഥിതിക്ക് പോകണം. മറ്റൊന്ന്, പാർട്ടി അടിമുടി അങ്ങ് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൊത്തത്തിലൊരു ന്യൂ
ന്യൂജൻ രീതിയിലേക്ക് സ്വകാര്യ മൂലധന നിക്ഷേപം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് പോലും കലിയായിരുന്ന ഒരു കാലത്ത് നിന്ന് സ്വകാര്യ മൂലധന നിക്ഷേപത്തിലേക്ക് പോകുന്നു. മറ്റു പല മാറ്റങ്ങളും പാർട്ടിയിലേക്ക് അത്തരത്തിലുള്ള സൂചനകൾ വരുന്നു. ഇത് പലരും സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അപ്പോൾ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ വിയോജിപ്പുണ്ടോ അവരതുമായി വരുന്നു.